നമസ്കാരം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനിശ്ചിതത്വം പ്രകടിപ്പിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും യുദ്ധഭീതി നിഴലിക്കുന്നു. അടുത്തയാഴ്ച അവസാനിക്കാനിരിക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ച് താൻ ആലോചിച്ചു വരികയാണെന്നും എന്നാൽ വീണ്ടും ബോംബാക്രമണം ആരംഭിക്കാനാണ് സാധ്യതയെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് നേഷൻ മാധ്യമപ്രവർത്തക കെല്ലി മേയറോട് സംസാരിക്കവെയാണ് വെടിനിർത്തൽ കരാർ പരാജയപ്പെടുമെന്നും സൈനിക നടപടികളിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും താൻ കരുതുന്നതായി ട്രംപ് വെളിപ്പെടുത്തിയത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ സമ്മതം മൂളിയിട്ടുണ്ടെന്ന് നേരത്തെ CBS ന്യൂസിനോട് ട്രംപ് പറഞ്ഞിരുന്നെങ്കിലും ഏറ്റവും പുതിയ പ്രസ്താവനകൾ സമാധാന ചർച്ചകളിൽ കരുനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സൈനിക ഉപരോധം ലക്ഷ്യം കാണുന്നതുവരെ തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് വൈറ്റ് ഹൗസ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര നീക്കങ്ങളാണ് നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായുള്ള നീക്കങ്ങളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സംതൃപ്തനാണെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിരുന്നു. ചൈനയുമായുള്ള വരാനിരിക്കുന്ന കൂടിക്കാഴ്ച ചരിത്രപരമായ ഒന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ചൈനയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ 20% ഇറാനിൽ നിന്നാണ് എന്നതിനാൽ ഈ പാത തുറന്നു കിട്ടുക എന്നത് ബീജിംഗിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നടത്തിയ ചർച്ചകളിലും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന രാജ്യാന്തര ആവശ്യം ചൈന ഉന്നയിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുമെന്ന ഭീഷണി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫ ഉയർത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ വാസ്തവവിരുദ്ധമാണെന്നും സൈനിക ഉപരോധം പിൻവലിക്കാത്ത പക്ഷം കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കടലിടുക്കിലൂടെയുള്ള യാത്ര ഇറാന്റെ അനുമതിയോടെയും നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെയും മാത്രമേ അനുവദിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. ലെബനനിലെ വെടിനിർത്തലിനോടനുബന്ധിച്ച് താൽക്കാലികമായി ഹോർമൂസ് പാത തുറന്നു കൊടുക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ആഗോള എണ്ണ വിപണിയുടെ 1/5 കടന്നു പോകുന്ന ഈ പാത തുറന്നതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 10% കുറയുകയും വിപണികൾ ഉണരുകയും ചെയ്തിരുന്നു. ലെബനനിലെ വെടിനിർത്തലും ഇറാനുമായുള്ള ചർച്ചകളും തമ്മിൽ ബന്ധമുണ്ടെന്ന വാദത്തെ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. എന്നാൽ ലെബനനിലെ സാഹചര്യങ്ങൾ വലിയ തോതിലുള്ള ചർച്ചകളുടെ ഭാഗമാണെന്നാണ് ഇറാന്റെ പക്ഷം. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തലിന്റെ ഭാഗമായാണ് കടലിടുക്ക് തുറന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഇത് നിഷേധിക്കുന്നുമുണ്ട്. ആഴ്ചകളായി അടഞ്ഞുകിടക്കുന്ന ഈ ഷിപ്പിംഗ് റൂട്ട് ലോകമെമ്പാടുമുള്ള ജീവിതച്ചെലവ് വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. വാക്പോരുകളും നയതന്ത്ര സമ്മർദ്ദങ്ങളും തുടരുന്നതിനിടയിൽ അടുത്തയാഴ്ച സംഭവിക്കാനിരിക്കുന്ന വെടിനിർത്തൽ കാലാവധിയുടെ അന്ത്യം ലോക സമ്പദ് വ്യവസ്ഥയെയും പശ്ചിമേഷ്യയുടെ സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല ചർച്ചകൾ മാത്രമേ ഈ അനിശ്ചിതത്വത്തിന് വിരാമം ഇടുകയുള്ളൂ. എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ അത് പുരോഗമിക്കുകയാണ്. അത് നന്നായി വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യാശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വെടിനിർത്തലിന് വിരാമം ആവും എന്നും ഇറാൻ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പക്ഷം അത് ബോംബിടൽ ആരംഭിക്കുമെന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്.